കോട്ടക്കടവ് റെയിൽവേ മേൽപ്പാലം UDF RMPI നടത്തിയ ജനകീയ കൺവെൻഷൻ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോട്ടക്കടവ് മേൽപ്പാലം നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനകീയ കൺവെൻഷൻ എന്ന് പറഞ്ഞാണ് ചേർന്നതെങ്കിലും അതിൽ കോട്ടക്കടവ് മേൽപ്പാല നിർമ്മാണ കമ്മിറ്റിയെ ക്ഷണിച്ചിരുന്നില്ല. വർഷങ്ങളായി കോട്ടക്കടവ് മേൽപ്പാലത്തിനായി പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് നടത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്നും ഇവർ ആരോപിച്ചു. 2018 കോട്ടക്കടവിൽ അവരാലോചിച്ചതിൻ്റെ ഭാഗമായി ഒരു ബഹുജന കൺവെൻഷൻ തീരുമാനമെടുത്തു. അത് എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ച അന്നത്തെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രനെ അതിനെ ക്ഷണിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ബഹുജന കൺവെൻഷൻ, 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു ബഹുജന കൺവെൻഷൻ അന്ന് നടന്നു. 13 ആ ബഹുജന കൺവെൻഷൻ നടന്നതിൻ്റെ ഭാഗമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട 11/1/18 വടകര വെച്ച് അന്നത്തെ സദേൺ റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർക്ക് നിവേദനം കൊടുത്തു. ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടുന്ന കൂടി പങ്കെടുത്തുകൊണ്ടാണ് ആ നിവേദനം കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ആ ഡിവിഷണൽ മാനേജറെ നിർദ്ദേശാനുസരണം അന്ന് അവർ പറഞ്ഞാൽ ഒരു DPR തയ്യാറാക്കി കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ DPR തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ രാജുവേട്ടനും അതേപോലെ തന്നെ TPS ഉൾപ്പെടെയുള്ള ആളുകൾ അംഗീകൃത ഏജൻസി ആയിരിക്കണം അത് കൊടുക്കേണ്ടതെന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ ഇവർ ഊരാളുങ്കൽ സൊസൈറ്റിയെ സമീപിച്ചു. 2 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് DPR തയ്യാറാക്കി. ആ DPRൻ്റെ കോപ്പി ഒക്കെ തന്നെ നമ്മൾ റെഡിയാക്കിയപ്പോൾ 2 ലക്ഷം രൂപ അയാൾ പറഞ്ഞു ഏതായാലും പൊതു ആവശ്യമല്ലേ, അത് ഞാൻ ആ പൈസ വേണ്ട എന്ന് വെച്ചു. അങ്ങനെ ഊരാളുങ്കൽ സൊസൈറ്റി സൗജന്യമായിട്ടാണ് ആ DPR തയ്യാറായി തന്നത്. ഇതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2020 അന്നത്തെ MP ആയിരുന്ന മുരളീധരനെ വീണ്ടും നിവേദനം കൊടുത്തു, DPR കൊടുത്തു. അദ്ദേഹത്തിന് 3 പ്രാവശ്യം ഞങ്ങൾ ഇത് കൊടുത്തു, ഓഫീസിൽ പോയി കൊടുത്തു. അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മളെ MLA KK രമ MLA ആയപ്പോൾ MLAക്ക് 2 പ്രാവശ്യം ഞങ്ങൾ ഈ DPRും നിവേദനവും കാര്യങ്ങളും. വാർത്താ സമ്മേളനത്തിൽ കോട്ടക്കടവ് മേൽപ്പാല നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ P. ഗിരീശൻ, കൺവീനർ അശോകൻ കുന്നോത്ത്, ഗജാഞ്ചി VP രാജു എന്നിവർ പങ്കെടുത്തു.